നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നോക്ക്, എന്താ കാണാനുള്ളത്? ദേഷ്യം, പുച്ഛം, വാശി, പിന്നെ എന്തിനാണെന്നറിയാത്ത സങ്കടവും, പിന്നെ ഈയിടെയായിട്ട് കുറച്ച് അഹങ്കാരവും കാണുന്നുണ്ട്. ആ, അതാ ഞാൻ പറയുന്നത്, വല്ലപ്പോഴും ഒന്ന് ചിരിക്കണോന്ന്. നിന്റെ മുഖത്ത് സ്നേഹവും പേടിയും നാണവും സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നത്. പേടി മാറിയത് നന്നായി, സന്തോഷവും സ്നേഹവും ഒക്കെ പോയി. നാണം എന്താണെന്ന് പോലും അറിയാത്ത അവസ്ഥയായി. മനസ്സിൽ ഈ വികാരങ്ങളൊക്കെ ഉണ്ടെങ്കിലേ മുഖത്തും അത് വരൂ. അതുകൊണ്ട് സ്വയം ഒന്ന് ശാന്തയാവ്. എല്ലാ പ്രശ്നങ്ങളും നീ തന്നെ പരിഹരിക്കാൻ നടക്കണ്ട. നിന്റെ കൂടെ നിൽക്കുന്നവരെ സ്നേഹിക്കാനും വിശ്വസിക്കാനും സമയം കണ്ടെത്തിയാ മതി. നിന്റെ പ്രശ്നങ്ങളൊക്കെ തീരും. പിന്നെ മുഖത്ത് പഴയ ഭാവങ്ങളൊക്കെ വരും. അയ്യടാ, മുഖത്ത് നവരസങ്ങൾ വരുത്താനേ ഞാൻ എന്താ നായികയാണോ? അയ്യോ, നായികയൊന്നും ആവാത്തത് നിന്റെ ഭാഗ്യം. ഞാനേ ഒന്ന് കുളിച്ചിട്ട് വരാം. കുറച്ച് അഹങ്കാരമുണ്ടോ? ഏയ്, കൊള്ളാം. കുറച്ചുകൂടി ചിരിച്ച് സംസാരിക്കണം. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. അയ്യോ, ഇനി ബാക്കിയുള്ളത് നമ്മൾ തമ്മിലുള്ള കണക്കുകളാ. നാട്ടുകാരുടെ മുമ്പിൽ തുണിയില്ലാതെ നിർത്തിച്ച് നീ എന്നെ നാണം കെടുത്തിയില്ലേ, അതുപോലെ നിന്നെയും നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തിയില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. റെഡിയായെങ്കിൽ നമുക്ക് ഇറങ്ങാം. ബന്ധുക്കളെ എല്ലാം ഓരോ വണ്ടിയിൽ കയറ്റി വിട്ടിട്ടുണ്ട്. എന്താ ആലോചിക്കുന്നേ? എന്താടാ? ഏയ്, ഒന്നുമില്ല. അത് വെറുതെ. ഇന്നലെ അബി അവിടെ ഉണ്ടാക്കിയ പ്രശ്നത്തെ കുറിച്ച് ഓർത്താണ് ആലോചിക്കുന്നത്. മോനെ, 100 തടസ്സങ്ങൾ ഉണ്ടായിട്ടും നീയും മഹിമ ഇപ്പൊ ഒരുമിക്കാൻ പോവാ. നിങ്ങൾ ഒരുമിക്കണമെന്നുള്ളത് ദൈവ നിശ്ചയമാ. ഈ അബിയെ പോലുള്ള ഞാഞ്ഞൂലുകളൊന്നും വിചാരിച്ചാൽ നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നീയും മഹിമയെ സന്തോഷമായിട്ട് ജീവിക്കും, അതെനിക്ക് ഉറപ്പാ. അമ്മ നീങ്ങുന്നേ. എന്താടാ? ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലെ പുതിയൊരു അധ്യായം തുടങ്ങാൻ പോവാ. അമ്മ എന്നെ അനുഗ്രഹിക്കണം. നിനക്കും മഹിമയ്ക്കും നല്ലതേ വരൂ. ഇതുവരെ റെഡിയായില്ലേ? നമുക്കിറങ്ങാം. ഇപ്പൊ ഇറങ്ങിയാലേ ട്രാഫിക് ഇല്ലാതെ സുഖമായിട്ട് അങ്ങെത്താം. ശരി. അമ്മ താലി എടുത്തോ? താലിയൊക്കെ ഭദ്രമായിട്ട് പെട്ടി വെച്ചിട്ടുണ്ട്. താലിയൊക്കെ നന്നായിട്ട് കെട്ടാൻ പഠിച്ചില്ലേ? ഒരുവിധമൊക്കെ പഠിച്ചു. ഒരുവിധോ? അതെ, താലി കൃത്യമായിട്ട് കെട്ടിയില്ലെങ്കിലേ ഞാൻ റീടേക്ക് പറയും. കല്യാണത്തിന് റീടേക്കോ? പിന്നെ എനിക്ക് നല്ല പെർഫെക്റ്റ് ഷോട്ട് വേണം. അതിനെ കുറച്ച് കൂടുതൽ സമയം എടുത്താലും കുഴപ്പമൊന്നുമില്ല. ടെൻഷൻ അടിക്കാൻ ഒന്നുമില്ല ബ്രോ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. ഇവിടെ അമ്പലത്തിൽ എത്തുന്ന ഒരു സമയമുണ്ടല്ലോ. ഇനി അഥവാ നടന്നില്ലെങ്കിൽ നമുക്ക് ചീറ്റ് ചെയ്തെടുക്കാം. താലിയിട്ട് ചീറ്റ് ചെയ്യാനോ? അതെങ്ങനെ? ചെക്കൻ താലി കെട്ടാൻ പോകുന്ന പോലെ കാണിച്ചാ പോരെ, എന്നിട്ട് താലി ഞാൻ കെട്ടിക്കോളാം. ആ 2 ഷോട്ടും കൂടെ മാച്ച് ചെയ്ത് എഡിറ്റ് ചെയ്താ പോരെ.
ഞാൻ നല്ല നൈസായിട്ട് കെട്ടും. നിങ്ങൾ വേഗം ഉറങ്ങാൻ നോക്ക്. ഞങ്ങൾക്ക് പേഴ്സണാലിറ്റി കുറച്ച് സംസാരിക്കാനുണ്ട്. അയ്യോ അയ്യോ, ഞാൻ ഒന്നും പറഞ്ഞില്ല. എന്നാ ഇറങ്ങാം. ആ ഫോൺ എടുത്തോ. വാ. ആ ഇല്ലൊരു കാര്യം ചെയ്യ, നിങ്ങൾ എല്ലാരും കൂടി ഇവിടെ വന്നിട്ട് എന്നെ വിളിക്കാം. ബന്ധുക്കളെയൊക്കെ കയറ്റി വിട്ടോ? എല്ലാരെയും അമ്പലത്തിലേക്ക് വണ്ടി കയറ്റി വിട്ടിട്ടുണ്ട്. ഇനി നമ്മളും കൂടി ഇറങ്ങിയാ മതി. ഇനി എന്തിനാ കാത്തു നിൽക്കുന്നേ? മഹിമയെ നേരത്തെ തന്നെ ഒരുക്കി നിർത്തിയതാണല്ലോ. അവളിപ്പോഴൊന്നും വരില്ല. അതെന്താ? മുകളിൽ ചെന്ന് നോക്ക്. ഈ മക്കളോടിമ ചേർത്തു ഞാൻ കണ്ണടച്ചാലും ദേവിയായ അകമേ നിറയും കണിമലർന്നീയേ തിരഞ്ഞു ഞാൻ നിൻ ചിരി തൻ നോവു പാകിയൊരലകൾ ഉൾച്ചരാതിൽ നേറുമേ ചെറുകിരാവിൻ നാളം അകലയായി മാഞ്ഞുവോ പാഴ്ക്കിനാവായി മാറിയോ. നിനക്ക് നല്ലത് മാത്രമേ ഉണ്ടാവും. അച്ഛൻ നിന്റെ കൂടെ തന്നെയുണ്ട്. ഈ കല്യാണത്തിന് അച്ഛന്റെ എല്ലാ അനുഗ്രഹവും നോക്കുണ്ടാവും. നിങ്ങൾ പെണ്ണുങ്ങൾക്ക് കല്യാണത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് കരഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലല്ലേ? നീ വെറുതെ ഇവളെ കരയിക്കല്ലേ. നിന്റെ ഇട്ട മേക്കപ്പ് ഒക്കെ ഒഴുകിപ്പോവും. മുകുന്ദൻ വളരെ നല്ല പയ്യനാ. അച്ഛനുണ്ടായിരുന്നെങ്കിൽ നിനക്ക് മുകുന്ദനെ പോലെ ഒരാളെ തന്നെ തിരഞ്ഞെടുക്കും. അച്ഛനില്ലെങ്കിലും ആ സ്ഥാനത്ത് നിന്നെല്ലാം ചെയ്തു തരാൻ ഗിരീട്ടനുണ്ടല്ലോ. അത് കലക്കി. മാധവന്റെ സ്ഥാനത്ത് ഏട്ടനെ അവള് കാണുന്നു. അയ്യേ, ചിരിച്ച് എന്താ ഇത്?